പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യലാണ്. അതായത് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല കേട്ടോ. നമ്മൾ വെളിനാട് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പ്രമോദ് ചേട്ടനൊക്കെ ഉണ്ടല്ലോ. പ്രമോദ് വെളിനാടന് ആ ഒരു ആക്ടറിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ആ ചേട്ടൻ എല്ലാവരും കൂടി ഒരു നിസ്സഹായനായ ഒരു ചേട്ടന്, അത്യാവശ്യം ഒരു ചെറിയൊരു രോഗിയാണ് ആ ചേട്ടന് വേണ്ടി ഒരു ജീവിതമാർഗം അവർ കണ്ടെത്തി കൊടുത്തു. അതിൻ്റെ ഒരു ഉദ്ഘാടന വേളയിലാണ് ഞങ്ങൾ അതുവഴി പാസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വീഡിയോ എടുത്തതാണ്. അപ്പം ഈ ചേട്ടനാണേ, അതായത് ഈ പച്ച ഷർട്ടിട്ട ഈ ചേട്ടനായിരുന്നു. ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി, ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെല്ലാവരും കൂടി ചേർന്ന് ഒരു കടയിട്ട് കൊടുത്തു. അതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നേ. പഞ്ചായത്ത് മെമ്പറാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. പിന്നെ ബാക്കി ആദ്യത്തെ കച്ചവടം പ്രമോദ് ചേട്ടനായിരുന്നു കേട്ടോ. ഈ സ്ഥലം ഉണ്ടല്ലോ, വെളിയനാട്. നമ്മുടെ റീൽസിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള വെളിയനാടാണ്. അല്ല എന്റെ ഫോൺ ബാങ്ക് ഇതൊന്നും എടുത്തല്ലേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം വളരെ കാലമായി സഹോദരൻ ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു പേഷ്യൻ്റായിരുന്നു. വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണെന്ന് നമുക്കറിയാം. വളരെയേറെ സഹായങ്ങൾ സ്വീകരിച്ചുമൊക്കെയാണ് അദ്ദേഹത്തിന് ചികിത്സ തുടർന്നു പോകുന്നത്. എങ്കിൽ പോലും കുറച്ച് നാൾ മുന്നേ അദ്ദേഹം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മെമ്പറെ, എനിക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ വണ്ടിക്കൂലിക്കുള്ള ഒരു മാർഗ്ഗം എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണം, ഒരു കട, ഒരു പെട്ടിക്കട എവിടെയെങ്കിലും ഇട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ലതീഷ് കിഴക്കടത്തിനോടും ലതീഷ് കണ്ടച്ചാടയോടും അതുപോലെ തന്നെ പ്രമോദിനോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചൊരു ആശയം പങ്കുവച്ചു. അത് ധൈര്യസമേതം എൻ്റെ ഇവിടുത്തെ പ്രിയ സുഹൃത്തുക്കൾ അവരൊരു കൂട്ടായ്മ പോലെ അത് ഏറ്റെടുക്കുകയും അതിന് മുന്നോട്ട് വന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഇതുപോലെ ഒരു നല്ല രീതിയിൽ ഒരു ചെറിയ കട വിൻസെൻറ്റിന് ഒരു ഉപജീവന മാർഗമാകുന്ന രീതിയിൽ ഇത്രയേറെ ഭംഗിയായി ചെയ്തു കൊടുത്ത ഈ ഒരു കൂട്ടായ്മയെ പ്രത്യേകം നമ്മുടെ വാർഡിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ യുവാക്കളുടെ ഇടയിൽ നന്മ നശിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഈ നന്മ നമുക്ക് തുടരണം. ഇതിന് വിൻസെൻ്റ് ആണെങ്കിൽ നാളെ ഇനിയും വേറെ ആളുകൾ ഇതിൻ്റെ ആവശ്യക്കാരായ ഉപഭോക്താക്കളായിട്ട് വരും. ഈ നന്മ തുടർന്നുകൊണ്ട് നമുക്ക് പോകണം. ഇത് തുടരുക തന്നെ ചെയ്യണം. നിങ്ങളുടെ മനസ്സിലെ ഈ നന്മ എന്നും ഉണ്ടായിരിക്കണം. വിൻസെൻ്റ് ഒരു പക്ഷേ നാളെ ഇത് ആവശ്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരാൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എല്ലാ സഹകരണങ്ങൾക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ സഹായിച്ച പല വ്യക്തികളുണ്ട്, 3 സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാനും അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഈ വണ്ടി ഉണ്ടാക്കാനും ഒക്കെ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ കട ഉദ്ഘാടനം ചെയ്ത് വിൻസെൻറ്റിൻ്റെ ജീവിതം സുഗമമായി കൊണ്ടുപോകാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുക. നമ്മളെ അങ്ങനെ അവർ കുടുംബം വിളക്ക് കത്തിച്ചും കൂടെ കയറുകയാണ്. ഒരുപാട് സന്തോഷം തോന്നി അവരുടെ ഈ ചെറിയൊരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഈ വീഡിയോ കാണുന്നവർ, വെളിനാട് പോകുന്നവർ എല്ലാവരും ഈ കടയിൽ കയറി ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.